നിൽക്കുന്നതേ ഈ പാലക്കാട് റൂട്ടിലുള്ള കുതിരാൻ ടണലിന്റെ തൊട്ട് ഫ്രണ്ടിലാണ്. അപ്പൊ ഇന്ന് നമ്മളൊരു യാത്ര പുറപ്പെടാൻ ഇറങ്ങിയതാണ് ഫാമിലി ആയിട്ട്. അപ്പൊ കൊല്ലങ്കോട്ടൊക്കെയാണ് യാത്ര. അപ്പൊ കൊല്ലങ്കോട്ട് ചെന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ നമ്മളിപ്പോ കുതിരാൻ ടണലിലോട്ട് കയറാൻ തുടങ്ങിയാണ്. The stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silent screams. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight. We'll let go of all that we know and dance in the stardust. ഇപ്പം ഞങ്ങൾ കുതിരാൻ ടണലൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ചെന്ന് ആര്യാസ് ഹോട്ടലിൽ കയറി നല്ല ആഹാരമൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹൈവേയിൽ നിന്നും നെന്മാറ റൂട്ടിലോട്ട് കയറി നല്ല ദൃശ്യഭംഗിയോട് കൂടിയായിട്ടുള്ള നല്ല പരിസര പ്രദേശങ്ങളായിട്ടുള്ള നല്ല റോഡാണ് നെന്മാറ റോഡ്. അപ്പോൾ നെന്മാറയിൽ നിന്നും നമ്മൾ നെല്ലിയാമ്പതിക്ക് ഡീവിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാണുന്നതാണ് പോത്തുണ്ടി ഡാം. വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാട്ടോ ഇത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വരണമെങ്കിൽ ഒരു രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ടൈം, ആ ഒരു ടൈമിലൊക്കെ വന്നാലാണ് വളരെ ഭംഗിയായിട്ട് തോന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട്, എങ്കിലും ഈ ഒരു വനപ്രദേശത്തിൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ട് അധികം വെയിലൊന്നുമില്ല. എങ്കിലും എനിക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രാവിലെ ഒന്നുകിൽ വൈകുന്നേരം, ഈ ഒരു ടൈമാണ്. എന്തായാലും നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ താഴെ ഇപ്പോൾ നിൽക്കുകയാണ്. എന്തായാലും നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ചെന്നപ്പോൾ അംബ്രല്ല അവൈലബിൾ എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് എനിക്കും ആദ്യം മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ ആ ഒരു ഡാമിലോട്ട് കയറാനുള്ള സ്റ്റെപ്പ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. Through the celestial symphony we'll sway. With every step we leave our cares behind. In this celestial ballroom love's defined. Caught in the spell of the cosmic night. ഒന്ന് രണ്ട് മലയാള സിനിമയിലൊക്കെ ഈ ഒരു ഡാം കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നു. ശരിക്കും ഈ ഒരു ഡാമാണോ എന്ന് എനിക്കറിയില്ല. പ്രിയദർശൻ ദിലീപ് കൂട്ടുകെട്ടിൻ്റെ വെട്ടം എന്ന സിനിമയുടെ ക്ലൈമാക്സ് സീൻ ഈ ഒരു ഡാമിൽ വെച്ചാണോ എടുത്തതെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഡാം പോലെയാണ് അതിലും കാണുന്നത്. പിന്നെ ധാരാളം ഷൂട്ടിംഗ് ലൊക്കേഷനുള്ള സ്ഥലമാണ് ഈ പറയുന്ന കൊല്ലങ്കോട്, ഇതിനോട് അടുത്തുള്ള പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ. അപ്പോൾ പോത്തുണ്ടി ഡാമിൻ്റെ മുകളിൽ എത്തിയപ്പോഴാണ് അംബ്രല്ല അവൈലബിൾ എന്നുള്ള ആ ബോർഡ് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഈ ഡാമിൻ്റെ മുകളിൽ നിന്ന് ഈ വെള്ളം കിടക്കുന്ന ഭാഗത്തോട്ട് നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറമുള്ള കാടുകളും ആ ഒരു വെള്ളത്തോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു മലനിരകളെല്ലാം കാണുമ്പോൾ വളരെ ഭംഗിയായിട്ട്, വളരെ മനോഹരമായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഇതിൻ്റെ ഈ ഡാമിൻ്റെ താഴോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി അകലെയൊക്കെ ആയിട്ട് ഈ പറയുന്ന പാടങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഡാമിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കാഴ്ചകൾ കൂടെ കാണാനുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്കൊന്ന് പോകാം. അപ്പോൾ പാർക്ക് മാത്രമല്ല, പാർക്കിലോട്ട് നടന്നു പോകുമ്പോൾ ധാരാളം ചെടികളും അതേപോലെയുള്ള വൃക്ഷങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പാർക്കിൽ വന്നപ്പോൾ തന്നെ ജുവാനയ്ക്ക് കയറാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഊഞ്ഞാൽ, പിന്നെ കറങ്ങുന്ന, നമുക്കറിയാം നമ്മുടെ എറണാകുളം ജില്ലയിൽ സുഭാഷ് പാർക്ക് അത്രയ്ക്ക് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അവിടെയൊക്കെ കയറി നമ്മൾ അർമാദിച്ചതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഡാമുകൾ, ഇപ്പോൾ കേരളത്തിൽ എവിടെ ഡാമുണ്ടോ അതിനോട് ചേർന്ന് ഓരോ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെയും അതേപോലെ നല്ലൊരു സ്ഥലമാണ് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇവിടെ ഫാമിലീസിനേക്കാളും കൂടുതൽ, ഇപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഫാമിലീസിനേക്കാളും കൂടുതലായിട്ട് വരുന്നത് ഈ പറയുന്ന 17-18 വയസ്സൊക്കെയുള്ള ഇണക്കുരുവികളാണ്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? This caustic
as we twirl in the magic of the cosmic light. ഏതായാലും പോത്തുണ്ടി ഡാമിനോട് വിട പറഞ്ഞ് നമ്മളിപ്പോൾ കൊല്ലങ്കോട്ടോട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.